നമസ്കാരം. സിദ്ദിഖ് ലാൽ രചനയും സംവിധാനവും ചെയ്ത വിയറ്റ്നാം കോളനി 1992 പണം വാരിക്കൂട്ടിയ ഒരു സിനിമയായിരുന്നു. മോഹൻലാൽ, ഇന്നസെന്റ്, കനക, KPS ലളിത തുടങ്ങിയവർ പ്രധാന കഥാപാത്രമാണെങ്കിലും ആ സിനിമ ജനഹൃദയങ്ങളിൽ സ്വാധീനിച്ചത് ശങ്കരാടിയുടെ തകർപ്പൻ രംഗങ്ങളായിരുന്നു. ശങ്കരാടി തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ചാരുകസാലയിലിരുന്നു കൊണ്ട് പത്രം ഗൗരവത്തോടെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ചയിൽ മാന്യൻ എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഇരിപ്പ്. അപ്പോഴാണ് മോഹൻലാലും ഇന്നസെന്റും ഉമ്മറത്തേക്ക് വരുന്നത്. നമസ്കാരം എന്ന് മോഹൻലാൽ പറയുന്നു. എന്താ എന്ന് ശങ്കരാടി ഗൗരവത്തോടെ ചോദിക്കുന്നു. മോഹൻലാൽ പറയുന്നു, ഞങ്ങൾ ഈ പട്ടാള മാധ്യമയുടെ വീട്ടിൽ പുതിയതായി താമസിക്കുവാൻ വന്നവരാണ്. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി, വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാടി മോഹൻലാലിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഇരുവരെയും ഉമ്മറത്തേക്ക് കയറ്റിയിരുത്തുന്നു. അവരുമായി വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ശങ്കരാടിയുടെ ടൂൺ മെല്ലെ മെല്ലെ മാറി വരാൻ തുടങ്ങി. ഇടയ്ക്ക് ഇന്നസെന്റ് മോഹൻലാലിനോട് പറയുന്നു, സ്വാമി, നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നല്ല മനുഷ്യൻ. ശങ്കരാടിയുടെ സംഭാഷണം തുറന്നുകൊണ്ടേയിരുന്നു. ആ മൂസാ സേട്ടുവിൻ്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ അക്രമവും കാണിച്ച് കിടക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മൂസാ സേട്ടുവിന് അങ്ങനെ അങ്ങ് ഇവരെ ഒഴിപ്പിക്കുവാൻ പറ്റില്ല. കാരണം ഇവരുടെ വടാക്കാരാണോ കയ്യേറ്റക്കാരാണോ എന്ന് ഒരു രേഖയും സേട്ടുവിൻ്റെ കയ്യിലില്ല. പക്ഷെ ആ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാണണോ? വളരെ ആകാംക്ഷയോടെ മോഹൻലാലും ഇന്നസെന്റും ശങ്കരാടിയെ നോക്കിയിരിക്കുകയാണ്. രേഖകൾ കാണാം എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ശങ്കരാടി ഒരു കൈ മുന്നോട്ട് നീട്ടി വിടർത്തി അവരുടെ നേരെ നീട്ടി. എന്നിട്ട് മറു കൈ കൊണ്ട് നിവർത്തി പിടിച്ചിരിക്കുന്ന കൈവിളയിലെ രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശങ്കരാടി പറഞ്ഞു, ഇതാ ആ രേഖ. ഇതിനിടയിൽ ശങ്കരാടിയുടെ കാലിൽ കിടക്കുന്ന ചങ്ങല ഇന്നസെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇന്നസെന്റ് മോഹൻലാലിനോട് പറയുന്നു, ചങ്ങല സ്വാമി, ചങ്ങല, കാലിന്മേൽ ചങ്ങല. അപ്പോഴാണ് മോഹൻലാൽ കാണുന്നത്. പെട്ടെന്ന് തന്നെ മോഹൻലാലും ഇന്നസെന്റും ഉമ്മറത്ത് നിന്നും മുറ്റത്തേക്ക് ചാടി ഇറങ്ങുന്നു. ശങ്കരാടി വെട്ടുകത്തിയും എടുത്തുകൊണ്ട് ചാരു കസാരയിൽ നിന്നും ചാടി ഇറങ്ങി ആക്രോശിക്കുന്നു. ഈ രംഗങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ശങ്കരാടിക്ക് പ്രാന്താണെന്നുള്ള വിവരം അവസാന ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത്. സാരംഗി ന്യൂസ്.